ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഉപ്പുമാവ് മീഡിയ. ഇന്ന് നമ്മൾ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് അവരുടെ ജീവിത യാത്രയെ പറ്റി ചോദിക്കാൻ പോവുകയാണ്. ഹേയ് സഹോദരൻ എന്നെ മനസ്സിലായോ? ഇല്ല, ഇങ്ങനെ ഒരു സഹോദരമുള്ള കാര്യം അച്ഛനോട് പറഞ്ഞില്ല. അയ്യോ, ഞാനൊരു യൂട്യൂബറാണ്. താങ്കൾ ജീവിതത്തിൽ എന്ത് നേടി? കുറെ ഊക്ക് നേടി. എന്നാ ഇതിലോട്ട് പറ. എനിക്ക് 12 കൂട്ടുകാരന്മാരുണ്ട്. അമ്മരെന്നെ ഊക്കുന്നതിന് കയ്യും കണക്കുമില്ല. ഒരുത്തന്റെ അപ്പൂപ്പന്റെ കല്യാണത്തിൽ തുടങ്ങിയ തീരുന്നത് എന്റെ അമ്മൂമ്മയുടെ 16. ചേട്ടന്റെ പേര് ജോൺ ഊക്ക്. ലൂക്ക് അപ്പൊ ചേട്ടൻ ഡിപ്രസ്ഡ് ആണ്? ആണ്. പക്ഷെ ഞാൻ ജർമ്മനിക്ക് പോകാൻ പോകും. എന്തിന്? അവിടുത്തുള്ളവരെ ഊക്കാൻ. അതാകുമ്പോ അവര് തിരിച്ചു ഊക്കൂലല്ലോ. അതിന് ചേട്ടന് ജർമ്മൻ അറിയോ? എടാ, അതിനല്ലേ തിരുവനന്തപുരത്തുള്ള ബ്രോഡ്വേസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അവർ കുറഞ്ഞ ചെലവിൽ ജർമ്മൻ ഭാഷ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിപ്പിച്ചു തരും. അതുപോലെ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ വരെ പഠിച്ചാൽ മതി. മാസം 1 ലക്ഷം രൂപ സൈഫൻഡിൽ നഴ്സിംഗ് ഉൾപ്പെടെ നിരവധി കോഴ്സുകൾ ചെയ്യാൻ പറ്റും. പിന്നെ ജർമ്മനിയിൽ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അവർ നോക്കിക്കോളൂ. ചേട്ടന്റെ ഫ്രണ്ട്സിനോട് എന്താണ് പറയാനുള്ളത്? നീയൊക്കെ ഊക്കുമ്പോ ഞാൻ എന്താ തിരിച്ചു ഊക്കാത്തെന്നറിയാം. എന്താ? അതിന്റെ ഡബിൾ ഊക്ക് എനിക്ക് കിട്ടുമെന്നറിയാം. ഇതൊക്കെ വരണം കേട്ടോ. നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. ഇപ്പോഴത്തെ യുവതലമുറയുടെ അപ്പൂപ്പൻ എന്താണ് പറയുന്നത്? വളരെ മോശം അഭിപ്രായം. എന്താ? ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ ഒരു ആണും ഒരു പെണ്ണും അവിടെ വന്നിരിക്കുന്നു. ഇരുന്നെന്ന് പറഞ്ഞെന്തോ? എന്നെ സുബേറെ, സുബൈർ നീ ആരോന്ന് പറഞ്ഞല്ലേ? യൂട്യൂബർ. എന്റെ ചൂപാടില്ല, എനിക്ക് പോടാ. ചേട്ടാ, തന്റെ മോളൊന്നുമല്ലല്ലോ അവിടെ വന്നിരുന്ന് തനിക്ക് ഇത്ര ചൊറിയാൻ. എടാ, ആരുടെ മോളാണേലും എനിക്ക് ചൊറിയൂടാ. തനിക്ക് ചൊറിച്ചിലാണെ തന്റെ വീട്ടിൽ കാണിക്കും. ഇപ്പോഴത്തെ പിള്ളേരെടുത്തല്ല വ്ലോഗിനിടയിൽ നടന്ന സംഘർഷത്തിൽ അപ്പൂപ്പൻ അഗാധത്തിൽ പൊളന്നെന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൂപ്പൻ ചത്തിട്ടില്ല. അടുത്ത വീഡിയോ കാണാം.